കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വീണ്ടും കടന്നു വരുന്നു. കഴിഞ്ഞൊരാഴ്ച മുഴുവൻ അങ്ങ് ഞങ്ങളെ പരിപാലിച്ചല്ലോ, അങ്ങയുടെ ചിറകിനടി ഞങ്ങളെ മറച്ചല്ലോ. ഇന്ന് രാവിലെയും അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകി തന്നല്ലോ. സഭയായി ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ശുശ്രൂഷകളെ ഞങ്ങളുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ആദ്യോടൊന്നും അങ്ങയുടെ ആത്മാവിൻ്റെ നിറവിൽ സകല ശുശ്രൂഷകളുമായി തീരുവാൻ കർത്താവ് ഇടവരുത്തേണ്ടതിന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവേ, കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. സഭ ഹാളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, എല്ലാവരെയും അവിടങ്ങളായി കർത്താവ് പരിപാലിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദാസനും ദാസിയുമായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കൃപയിൽ കാക്കണമേ. ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഇന്ന് രാവിലെ ഞങ്ങൾ മഹത്വപ്പെടുത്തട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. അങ്ങ് പരിശുദ്ധനായ ദൈവമാകിയാൽ അങ്ങ് ദൈവമെന്ന് ഓർത്തങ്ങയെ മഹത്വീകരിക്കുവാൻ, അങ്ങ് ദൈവമെന്ന് ഓർത്തങ്ങയെ സ്തുതിക്കുവാൻ രാവിലെ ഞങ്ങൾക്ക് കൃപ തന്നാട്ട് കർത്താവേ. ആദ്യോടൊന്ന് അങ്ങയുടെ കൃപ ഞങ്ങൾ അനുഭവിക്കട്ടെ. അവിടുത്തെ കർത്താവെ ഭൃത്യന്മാരിലൂടെ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടുമാറാകണമേ. ഞങ്ങളുടെ അകക്കണ്ണ് തുറന്ന് അങ്ങയെ കാണുവാൻ, നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ഞങ്ങൾ വർദ്ധിപ്പാൻ, അങ്ങയോടുള്ള സ്നേഹം ഞങ്ങളിൽ വർദ്ധിപ്പാൻ രാവിലെയും സഹായിക്കണം. സന്തോഷത്തോടും സമാധാനത്തോടും അങ്ങയുടെ സന്നിധിയിൽ കടന്നു പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥകരുണ്ട് സ്തോത്രം, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന് മുമ്പേ നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 96 സങ്കീർത്തനം, സാം നമ്പർ 96. സാം നമ്പർ 96 വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാം നമ്പർ 96, 96 സങ്കീർത്തനം വായിക്കുന്നു. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിക്കുവീൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികൾ അത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുക്കുവീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുക്കുവീൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുമ്പിൽ നടുങ്ങുവീൻ. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. ചേർന്ന് വായിക്കാം. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ വലിയ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അവൻ വരുന്നു, അവൻ വരുന്നു. അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. അവന് പാട്ടുപാടുവീൻ, അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ, അവന്റെ അത്ഭുതങ്ങളെ വിവരിക്കുവീൻ. കാരണം 4-ാം വാക്യം, അവൻ വലിയവനാണ്, അവൻ സ്തുതിക്കുവാൻ യോഗ്യനാണ്, സ്തുത്യനാണ്. രാവിലെ ആ ദൈവസന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ഹൃദയം തുറന്ന്, നമ്മുടെ അധരം തുറന്ന് മുഴുവൻ ശക്തിയോടും അവൻ ആരാണെന്നോർത്ത് അവനെ നമസ്കരിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ, അവന്റെ നാമത്തെ വാഴ്ത്തുവാൻ, അവനെ സ്തുതിക്കുവാൻ, അവന് നന്ദി പറയുവാൻ രാവിലെയും കർത്താവ് കൃപ ചെയ്യേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഏകാഗ്രതയോടെ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അവനോട് പറയാം, കർത്താവേ അങ്ങയ്ക്ക് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി, സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം
ശാപങ്ങൾ നീക്കി നിന്റെ മകനാക്കിയല്ലോ. ഞങ്ങളെ സ്തുതിക്കുന്നു. വൻ പാപഭാരം നിന്റെ കൃപയാൽ നീക്കിയല്ലോ. ബന്ധനങ്ങൾ ഞങ്ങളെ അടിച്ചുവിട്ടല്ലോ, സ്വതന്ത്രമാക്കിയല്ലോ. നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. We praise you, we praise you, we praise you, we praise you. We praise you, Lord. Hallelujah. Thank you, Lord, thank you, Lord, thank you, Lord, thank you, Lord. ഈ സ്വാതന്ത്ര്യം ലഭിച്ച ആരും അധരങ്ങൾ പൂട്ടിയിരിക്കരുത്. കർത്താവിനെ നമുക്ക് സ്തുതിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, ശാപത്തിന്റെ കീഴിൽ നിന്ന്, മതത്തിന്റെ കച്ചവടത്തിൽ നിന്ന് ദൈവം നമ്മെ സ്വതന്ത്രമാക്കി ക്രിസ്തു എന്ന ഏക ഹല്ലേലൂയ രക്ഷകനെ കണ്ടെത്തുവാൻ ഭാഗ്യം നമുക്ക് നൽകി തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. We praise you, Lord. ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യം ലഭിച്ച നമുക്ക്
കർത്താവിനോട് പറയാൻ കഴിയും, ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഞാൻ സ്തോത്രം പാടിയിടും, ദൈവം നൽകിയ നന്മകൾക്കായി. ദൈവമേ ഗീതം സൂനുവെ ഭാവിയെനിക്കാൻ, ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. അന്ധകാരമെൻ അന്തരംഗത്തെ ബന്ധനം ചെയ്തടിമയാക്കി. അന്ധകാരമെൻ അന്തരംഗത്തെ ബന്ധനം ചെയ്തടിമയാക്കി. തൻ സ്വന്തം പുത്രനാം എന്റെ ബന്ധനങ്ങളായി ചുവല്ലോ. Oh,
ഓർക്കാം. നമ്മളെ പുത്രന്മാരാക്കി മക്കളാക്കി തീർന്നത് ഓർക്കാം. അവിടുത്തെ നാമത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. We praise you, Lord. Thank 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 you. We praise you. We praise you. We praise you. Thank you, Lord. 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 Worship you, Lord. Worship you, Lord. Worship you, Lord. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ജോസ് പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം ആലയത്തിൽ കർത്താവേ, അടിയങ്ങൾക്ക് കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ സത്യത്തിലും ആത്മാവിലും ഭാഗ്യൊരുക്കനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയതുപോലെ സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. ആർപ്പോടെ സ്തുതിയോടെ ഹല്ലേലൂയ. ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ, ദൈവത്തെ പാടി സ്തുതിപ്പാൻ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കാരാഗൃഹത്തിൽ കടന്ന പൗലോസും ശീലാസും പാടി സ്തുതിച്ചപ്പോൾ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റി വിടുതൽ സ്വതന്ത്രമാക്കിയതുപോലെ ഈ പകൽ കർത്താവേ അടിയങ്ങൾ പാടി സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ, ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ, ചില കെട്ടുകൾ അഴിഞ്ഞു മാറുവാൻ, ഹല്ലേലൂയ, രോഗങ്ങൾ മാറിപ്പോകുവാൻ, ഹല്ലേലൂയ, വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം സന്തോഷം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, തുടർന്ന് നടക്കുന്നതായ ഓരോ ശുശ്രൂഷകളും ദൈവനാമമഹത്വത്തിനായി പ്രയോജനപ്പെടുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ തന്നെ നാമത്തിൽ സ്വർഗ്ഗപിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകർത്തനായ കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം. ഹല്ലേലൂയ. Now is the time for the children to come forward and say their memory verses. Verses 5 through 6. Trust in the Lord with all your heart, lean not on your own understanding. In all your ways acknowledge him, and he will direct your paths. Psalms 119 verses 4 and 5. Oh, that my ways be steadfast in keeping your statutes, then I shall not be put to shame, having my eyes fixed on all your commandments. Psalms 121 verses 1 and 2. I lift my eyes to the hills, from where does my help come? My help comes from the Lord who made heaven and earth. John 20 verse 31. But these are written that you may that Jesus, the Son of God, and that believe in
may have life in his name. Greater love has no one that is dared to lay down one life for his friends. Hebrews 11, verse 1 and 2. Now faith is confidence in what we hope for and assurance about what we do not see. This is what the ancients were commended for. But if we live in the truth as one another, we have fellowship with one another, and the blood of Jesus Christ, his Son, purifies us from all sin. 1 John 1, verse 7. Hebrews 11, verse 1 and 2. Now faith is confidence in what we hope for and assurance about what we do not see. This is what the ancients were commended for. Matthew chapter 6, verse 31 through 33. But then do not worry then, saying, what shall we eat, or what shall we drink, or what shall we wear for clothing? For the Gentiles seek eagerly after all these things. But your heavenly Father knows you need all these things. But seek ye first the kingdom of God and all his righteousness, and all these things shall be added unto you. 2 Timothy 1:9. Who has saved you and called you with the holy calling, but not according to your works, but according to his purpose and grace, which has been given to us by Christ Jesus even before time began. Jesus wept. That was a big verse. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരും ഒരു നിമിഷം കണ്ണുകടച്ച് പ്രാർത്ഥിച്ചാട്ട്. ദൈവവചനം റിസൈറ്റ് ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തി. ആ വചനം തന്നെ അത് ശക്തിയുള്ള വചനമാണ്, അത് രൂപാന്തരപ്പെടുത്തുന്ന വചനമാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളായിരിക്കുന്ന സാഹചര്യം നമുക്ക് നന്നായി അറിയാം. അതിന് നടുവിൽ ഭക്തിയുള്ളവരായി, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നവരായി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഉപയോഗിക്കപ്പെടുന്നവരായി അവരായി തീരേണ്ടതിന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ രാജു തോമസ് അങ്കിൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ് ലോർഡ്, യെസ് യെസ് ലോർഡ്. ഭാഗ്യത്തിനായി സ്തോത്രം 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 സ്തോത്രം. യെസ് ലോർഡ്, ഹല്ലേലൂയ. യെസ് ലോർഡ്, യെസ് ലോർഡ്. യെസ് ലോർഡ്, യെസ് ലോർഡ്. ഇടയാക്കണമേ. യെസ് ലോർഡ്. പ്രാർത്ഥിക്കുന്നു. Yes, Lord. Hallelujah. 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 Yes, Lord. സ്തോത്രം. Yes, Lord. Yes, Lord. Amen. 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 കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാവിലെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ദൈവദാസന്മാർക്ക് വന്ദനത്തെ അറിയിക്കുന്നു. പലരും നാട്ടിലായിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ ദാസനും ദാസനും കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത് സമാധാനത്തോടെ നാട്ടിൽ കടന്നു ചെല്ലുവാൻ കർത്താവ് ഇടയാക്കി. അവിടെ ആയിരിക്കുമ്പോൾ ദൈവകൃപയുടെ മറവിൽ അവരെ മറയ്ക്കട്ടെ. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹപ്പെട്ട നിലയിൽ തികച്ച് തക്ക സമയത്ത് മടക്കിക്കൊണ്ടുവരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാട്ടിലായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് സുഖത്തോടും ക്ഷേമത്തോടും അവർക്ക് മടങ്ങി വരുവാനിടയായി. പ്രിയ സൈച്ചാനും കുടുംബമായിട്ട് പ്രത്യേകിച്ച് അമ്മച്ചിയോടൊപ്പം നാട്ടിൽ കടന്നുപോയി മടങ്ങി വരുവാൻ കർത്താവ് സഹായിച്ചു. ജോസ് പാസ്റ്ററും ഷൈനി സിസ്റ്ററും നാട്ടിൽ കടന്നുപോയി മടങ്ങി വരുവാൻ കർത്താവ് സഹായിച്ചു. ഈ മൺഡേയിൽ ജോളി സിസ്റ്റർ കടന്നു വരുന്നു. തനിച്ചാണ് കർത്താവിൻ്റെ ദാസി കടന്നു വരുന്നത്. യാത്രയെ ഏൽപ്പിച്ച് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ദിവസങ്ങളിൽ ചിലർ നാട്ടിൽ പോകും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർന്ന് അല്പസമയം നമുക്ക് ദൈവവചനത്തിലേക്ക് ശ്രദ്ധ അനാധാരമായി എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം ഹീബ്രൂസ് ചാപ്റ്റർ 11 verses 13 to 16.
ആമേൻ. യെസ്. ആമേൻ, ആമേൻ, ആമേൻ. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടത് തന്നെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. And he became a friend of God. James chapter 2 verse 23. Because he trusted God not only at the beginning of his life, but throughout all of his life. അവൻ തുടക്കത്തിൽ മാത്രമല്ല ദൈവത്തെ വിശ്വസിച്ചത്, ജീവിതത്തിൽ ഉടനീളം ദൈവത്തെ വിശ്വസിക്കുന്ന ഭക്തനായിരുന്നു. And not only he believed God, trusted God at the beginning of his life, but throughout all of his life. And persistently, സ്ഥിരതയോടുകൂടെ, continuously, തുടർച്ചയായി he trusted God. ആമേൻ. നമ്മൾ വായിച്ച വാക്യങ്ങളുടെ ഒരു സമ്മറി ഞാൻ പറഞ്ഞ ശേഷം പെട്ടെന്ന് ആ വിഷയത്തിലേക്ക് വരാം. ദ പേഷ്യൻസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൽ കാണേണ്ട സഹനം. നമ്മളൊരു കാര്യം വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് വേണം? ആ വിശ്വസിച്ച കാര്യം അന്നേരം തന്നെ നമുക്ക് വേണം. നമ്മൾ ജീവിക്കുന്ന കാലം എന്ന് പറയുന്നത് എന്താ? ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസിൻ്റെ കാലമാണ് അല്ലേ? സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നോക്കി, ഇപ്പം സ്വിച്ച് പോലും ഇടണ്ട, നോക്കിയാൽ എല്ലാം കണ്ണിലാണ് ഇപ്പോൾ പരിപാടി. അങ്ങനെ ഒരു കാലത്ത് നാം ജീവിക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം അങ്ങനെ ഉള്ള പരിപാടിയല്ല. ഇറ്റ്സ് എ പ്രോസസ്. ഇറ്റ് ഈസ് എ പ്രോസസ്. നമ്മൾ വായിച്ച വാക്യങ്ങളുടെ ഒരു സമ്മറി നോക്കുമ്പോൾ അബ്രഹാം തൻ്റെ യാത്ര ആരംഭിക്കുന്നത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 31 അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടതായിട്ടും താൻ കാണിപ്പാനിക്ക് ദേശത്തേക്ക് പുറപ്പെടുവാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ദൈവം കൊടുക്കുന്നത്. അവിടെ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 11:31. തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനോട്. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവം ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് തേരഹിനല്ല, ദൈവം വിളിക്കുന്നത് തേരഹിനെ അല്ല, ദൈവം വിളിച്ചത് അബ്രഹാമിനെയാണ്. പക്ഷേ തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയായ മരുമകളായ സാറയും കൂട്ടി കൽദരുടെ പട്ടണമായ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പോകാൻ പുറപ്പെട്ടത്. ആരെയാണ് വിളിച്ചേ? അബ്രഹാമിനെയാണ് വിളിച്ചത്. ഇത് കൂടുതൽ വിശദമായി പറയുന്നത്, എങ്ങനെയാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടതെന്നും എങ്ങനെയാണ് ദൈവം സംസാരിച്ചതെന്നും വിശദമായി പറയുന്നത് സ്തേഫാനസ് ആണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 2. ആ ആ ആ ആ ആമേൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനി വന്ന് പാർക്കും മുമ്പേ, ഹാരാനിൽ വന്നത് 12-ാം അധ്യായത്തിലാണ്. 11-ാം അധ്യായത്തിന് 31, 32 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം ഹാരാനി വന്ന് അവിടെ പാർക്കുകയാണ്. അവരെ വിളിച്ചത്, അബ്രഹാമിനെ വിളിച്ചത് കനാൻ ദേശത്തേക്കാണ്. പക്ഷേ ആ യാത്ര ആദ്യം ലീഡ് ചെയ്തത് തേരഹാണ്. അത് അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെ അങ്ങനെ വന്ന് അവരെ എവിടെ പാർത്തു? ഹാരാനി വന്ന് പാർത്തു. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെയാണ് അബ്രഹാമിന് ഇടപെട്ടതെന്ന് സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയുകയാണ്. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനി വന്ന് പാർക്കും മുമ്പേ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. മെസ്സപ്പൊത്യോമയിലിരിക്കുമ്പോൾ കൽദര പട്ടണമായ ഊരിൽ വെച്ച് ദൈവത്തിൻ്റെ പ്രത്യക്ഷത അവനുണ്ടായി. എന്നിട്ട് പറയുക, നീ നിന്റെ ചാർച്ചക്കാരെയും നിന്റെ അങ്ങനെ അവൻ ഹാരാനി വന്നു പാർത്തു.
ഇതാണൊരു ടൈം ലൈൻ. അത് ഇന്ന് രാവിലെ എടുത്തതാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വിശദമായിട്ട് പറയാൻ സമയമില്ല. അതായത് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ നിന്നാണ് പുറപ്പെട്ടത്. ഊര് യാത്ര ചെയ്ത് ഹാരാനി വന്ന ആദ്യം. ഇതാണ് കനാൻ പ്രദേശം. രാമൻ വന്നപ്പോൾ ഇടയ്ക്ക് ഈജിപ്തിലോട്ട് ഇറങ്ങിപ്പോയി, പിന്നെയും തിരിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടാണ് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം. ഇവിടുന്നാണ് ഈ ഭക്തൻ പുറപ്പെട്ടത്. 75 വയസ്സിലാണ്. നമ്മളോട്ട് ഫ്ലൈറ്റ് പിടിച്ചല്ല പോയത്. ഇന്ന് 75-ാമത്തെ വയസ്സിൽ നമ്മൾ, അല്ലെ 50-ാമത്തെ വയസ്സിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ 75-കാരൻ നാട്ടിൽ പോവുക. അതൊരു ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി അത് പറഞ്ഞേ. ഇറ്റ്സ് നോട്ട് 75 ആയിക്കോട്ടെ, 80 പറയുമ്പോൾ ഒരു അതെ. ഇറ്റ്സ് എ ചാലഞ്ച്. ദൈവം 75-ാമത്തെ വയസ്സിൽ ആ ഭക്തനോട് പറഞ്ഞു, നീ യാത്ര ചെയ്യുക. ആ സമയത്തുണ്ടല്ലോ സത്യദൈവത്തെ പറ്റി ഒരു വെളിപ്പാട് ആ ഭക്തനില്ല. ജാതീയനായ ഒരു മനുഷ്യന് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, എനിക്ക് അവിടെ നിൽക്കണമെന്നുണ്ട്. പക്ഷെ അതല്ല നമ്മുടെ ചിന്ത. And then he moved forward by hearing the word. വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. അപ്പോ 11:31 അദ്ദേഹം ഹാരാനിൽ വന്നു. കാരണം ആ യാത്ര ലീഡ് ചെയ്തത് തേരഹാണ്. ദൈവം ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അബ്രഹാമിനാണ്. അതൊരു പ്രാധാന്യമുള്ള ചിന്തയാണ്. കാരണം തേരഹ് അവിടെ വെച്ച് മരിക്കുകയാണ്. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചുപോയി. 11:32 നമുക്കത് കാണാം. പക്ഷെ 12:1 ദൈവം വീണ്ടും അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുക. വീണ്ടും അതേ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. വീണ്ടും പറയുന്നത് എന്താ? നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിടണം. ഇത് ആദ്യം പറഞ്ഞതാ. വിട്ടു പുറപ്പെട്ടു ഞാൻ നിന്നെ കാണിപ്പാനൊക്കെ ദേശത്തേക്ക് പോകാം. അവിടെ കൊടുത്തിരിക്കുന്ന ഓരോ പ്രത്യക്ഷതയിലും ദൈവം അബ്രഹാമിന് പ്രോമിസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ആദ്യം കൊടുത്ത ഇൻസ്ട്രക്ഷൻ ഹാരാനി വന്ന് പാർത്തു. അതിനുശേഷം തേരഹ് മരിച്ചു പോയപ്പോൾ 12:1 വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുക, ഐ വിൽ ഷോ യു എ ലാൻഡ്. ഞാൻ നിന്നെ ഒരു ദേശം കാണിക്കും. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. യുവർ നെയിം വിൽ ബി ഗ്രേറ്റ്. നിന്റെ പേര് വലുതായിരിക്കും. യു വിൽ ബി എ ബ്ലെസ്സിംഗ് ടു എവ്രി വൺ. നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. യു വിൽ ബി ബ്ലെസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ സംരക്ഷിക്കും, സൂക്ഷിക്കും. ആമേൻ. 12:7 കനാനിൽ വന്നപ്പോൾ ദൈവം വീണ്ടും പറയുക, ടു യുവർ ഓഫ് സ്പ്രിങ് ഐ വിൽ ഗിവ് ദിസ് ലാൻഡ്. നിന്റെ സന്തതിക്ക് ഈ ദേശം ഞാൻ കൊടുക്കും. 13 മറ്റൊരു സംഭവം നടന്ന് നമുക്കറിയാം. ലോത്തും അബ്രഹാം തമ്മിൽ എന്ത് ചെയ്യാണ്? പിരിയുകയാണ്. ഇവിടെ പ്രശ്നമുണ്ടായത് ലോത്തിൻ്റെ ഇടയന്മാർ, അതായത് ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാരും അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാരും തമ്മിൽ പിണക്കമുണ്ടായി. കാരണം ദേശത്തിന് അവരെ വഹിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ദേശം കിടക്കുകയാണെങ്കിൽ ഹാബിറ്റബിൾ ആയിട്ടുള്ള ലാൻഡ്, കന്നുകാലികൾക്ക് വേണ്ടുന്ന നിലകളിൽ ഭക്ഷണം ഉണ്ടാകത്തിരിക്കുന്ന പുല്ലൊക്കെ ഉള്ള ലാൻഡ് കുറവാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? തമ്മിൽ പിരിഞ്ഞു. ജസ്റ്റ് ഒരു മുഖാന്തരം മാത്രമാണ് കേട്ടോ. ഇവിടെ നമുക്ക് കാണുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം. കാരണം വിളിച്ചത് അബ്രഹാമിനെയാണ്. ആദ്യം തേരഹ് വിട്ടുപോകുന്നു. ഇവിടെ ഇതാ ലോത്തും തന്നെ വിട്ടുപോകുകയാണ്. ഈ ആളുകൾ വിട്ടുപോകുന്നത് അതത്ര ഈസിയുള്ള കാര്യമല്ല. പക്ഷെ ദർശനത്തോടുള്ള ബന്ധത്തിൽ, കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ ഫോക്കസ് നിത്യതയാണെങ്കിൽ
ചിലരൊക്കെ വിട്ടുപോകുന്നത് നല്ലതാ. അതായത് ജീവിതത്തിൻ്റെ കാര്യമോ സഭയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് പ്രധാനം നിത്യതയാണ്. നമുക്ക് പ്രധാനം ദൈവം തന്ന ഇൻസ്ട്രക്ഷനാ. ബന്ധങ്ങൾ അത് നല്ല തന്നെയാണ്. എന്നാൽ നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിൽ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷനോടുള്ള ബന്ധത്തിൽ തടസ്സപ്പെടുത്തുന്ന എല്ലാത്തിനെയും അഭിമുഖീകരിക്കുവാനും അതിനെ ഓവർകം ചെയ്യുവാനും ഒരു ഭക്തന് കഴിയണം. ഇവിടുത്തെ പ്രശ്നം ഇൻക്രീസ് ഓഫ് വെൽത്ത് ആണ്. ഇറങ്ങിയപ്പോൾ ഈ പ്രശ്നമില്ലായിരുന്നു. ഇറങ്ങിക്കപ്പോൾ ഇവർക്ക് ദേശമൊക്കെ ഓക്കെ ആയിരുന്നു. കന്നുകാലികൾ അങ്ങോട്ട് വർദ്ധിച്ചപ്പോൾ ഇവർക്ക് ഒരുമിച്ച് വസിക്കാൻ കഴിയുന്നില്ല. ഇൻക്രീസ് ഓഫ് വെൽത്ത് ഇസ് നോട്ട് എ സൈൻ ഓഫ് സ്പിരിച്വാലിറ്റി. സമ്പത്തിന്റെ വർധനവ് ആത്മീയതയുടെ ഒരു അളവുകോലല്ല, ഒരിക്കലുമല്ല. Because both Lot and Abraham had wealth. രണ്ടുപേർക്കും വെൽത്ത് ഉണ്ട്. ആൻഡ് വെൽത്ത് ഉണ്ടാകുന്ന ഒരു സിന്നാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അത് സ്പിരിച്വാലിറ്റിയുടെ ഒരു സൈൻ അല്ല. Your spirituality is determined by what we are focused on. നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന എന്താ? നിങ്ങളുടെ ദൃഷ്ടി എവിടെയാ? നിങ്ങളുടെ ലക്ഷ്യം എന്താ? അതാണ് സ്പിരിച്വാലിറ്റിയുടെ ലക്ഷണം. അത് നമുക്ക് അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണാം. അബ്രഹാം ദൃഷ്ടി വെച്ചത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തായിരുന്നു. എന്നാൽ ലോത്ത് ദൃഷ്ടി വെച്ചത് ഈ ലോകത്തിന്റെ പച്ചപ്പായിരുന്നു. അതാ വ്യത്യാസം. ആമേൻ. കാരണം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോ 13-12 വരുമ്പോ അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. കാരണം അവനെ വിളിച്ചത് അങ്ങോട്ടാ. അവൻ ഇനി അങ്ങോട്ടും പോകാനില്ല. ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്ത് അവൻ എത്തി. അതിനെ പോലും താൻ എങ്ങനെയാ കണ്ടതെന്ന് എബ്രായ ലേഖനത്തിലാണ് പറയുന്നത്. ദൈവം ഇവിടെ ഒരു വാഗ്ദത്തം കൊടുത്ത ദേശത്ത് എത്തിയിട്ട് പോലും അബ്രഹാമിന്റെ കണ്ണ് അവിടെ ഉടക്കി നിന്നില്ല. എന്നാൽ കൂടെ ഇറങ്ങി തിരിച്ച ലോത്ത് വാഗ്ദത്ത ദേശമെന്ന് ദൈവം അബ്രഹാമിന് കൊടുത്ത ദേശത്തെത്തി. അബ്രഹാം അവിടെ നിന്ന് പോകത്തില്ലെന്ന് ലോത്തിന് അറിയാം. പക്ഷെ ലോത്ത് അവിടെ നിന്ന് പോവുക. അതിന് കാരണം ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. അതിന് കാരണം എന്താ അറിയാമോ? ദൈവം ഈ സോദോമിനെ നശിപ്പിക്കും മുമ്പേ യഹോവയുടെ തോട്ടം പോലെ ആയിരുന്നു ഇത്. താൻ ദൃഷ്ടിയാൽ നടന്ന വ്യക്തിയായിരുന്നു. അബ്രഹാം വിശ്വാസത്താൽ നടന്ന വ്യക്തിയായിരുന്നു. ലോത്ത് കാഴ്ചയാൽ നടന്ന വ്യക്തിയായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. സാറയുടെ വാക്ക് കേട്ട് ഹാഗറിൽ തനിക്കൊരു മകൻ ജനിച്ചിട്ടുണ്ട്. ഇതെല്ലാം ശരിയാണെങ്കിലും ദൈവത്തിനറിയാം ഇവന്റെ ദൃഷ്ടി എവിടെയാ. That's what God is searching today also. Where is our focus? വെൽത്ത് അല്ല വിഷയം. വെൽത്ത് ഇല്ലാത്തതുമല്ല വിഷയം. അതും സ്പിരിച്വാലിറ്റിയുടെ സൈൻ ഒന്നുമല്ല വെൽത്ത് ഇല്ലാത്തത്. സ്പിരിച്വാലിറ്റിയുടെ സൈൻ എന്ന് പറയുന്നത് നമ്മുടെ ദൃഷ്ടി, ഫോക്കസ് എവിടെ. ലോത്തും അബ്രഹാം തമ്മിൽ വേർപിരിയുന്നു. ലോത്ത് വേർപിരിഞ്ഞപ്പോൾ വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെടുക. എന്നിട്ട് വീണ്ടും പ്രോമിസ് കൊടുക്കുക. അത് ആ പ്രോമിസ് എന്ന് പറയുന്നത് ഇറ്റ് എൻകംപാസസ് എവറിത്തിങ് Abraham could see. നീ ഇടത്തോടും വലത്തോടും നോക്കുക, ഈ കാണുന്നതൊക്കെ നിന്റേതാ. It could be given to him and his descendants. അതിന് പറയുന്നത് they would possess the land for ever. 17-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും ഇതിനിടയിലൊക്കെ സംഭവം സംഭവിക്കുന്നുണ്ട്. ഹാഗറിൽ ഇസ്മേൽ എന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ടാകുന്നുണ്ട്. വീണ്ടും 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പ്രത്യക്ഷനായിട്ട് പിന്നെയും വാഗ്ദത്തം കൊടുക്കുന്നത് അറിയാവോ? കിങ്സ് വുഡ് കം ഫ്രം ഹിം. രാജാക്കന്മാർ നിന്നിലൂടെ ഉത്ഭവിക്കും. The covenant that I am going to make with you will be everlasting. നിന്നുമായിട്ടുള്ള ഉടമ്പടി അത് നിലനിൽക്കുന്ന ഉടമ്പടി ആയിരിക്കും. The whole land of Canaan would be Abraham's and his descendants forever. ഈ കാനാൻ ദേശം മുഴുവനും നിന്നെയും നിന്റെ സന്തതിക്കുമായിരുന്നു. നിന്റെ സന്തതിയുടെയും ദൈവമായിരിക്കും ഞാൻ. ആമേൻ.
ഇവിടെയാണ് പരിച്ഛേദന എന്നുള്ള ഒരു അടയാളം കൂടെ ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എബ്രഹാമിന്. മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ അബ്രഹാം വന്നു. അതാണ് നമുക്കറിയാവുന്ന 22-ാം അധ്യായം. God asked Abraham to sacrifice Isaac. നമുക്കറിയാം. ഇവിടെ പല കാര്യങ്ങൾ നമുക്ക് കാണാൻ, ഈ വിശ്വാസത്തിൻ്റെ യാത്ര ക്ഷമയോടെ നയിക്കണമെങ്കിൽ ദൈവത്തെ മാത്രം ദൃഷ്ടി വെച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങളുള്ളൂ. പലപ്പോഴും വിശ്വാസത്തിൽ അക്ഷമത കാണിക്കുന്ന കാര്യം ദൈവത്തിൽ നിന്ന് ദൃഷ്ടി എടുക്കുന്നത് കൊണ്ടാണ്. വിളിച്ചവനെ മാത്രമേ ഫോക്കസ് ചെയ്യാവൂ. നാം എവിടെല്ലാം ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നോ അവിടെയെല്ലാം നമ്മുടെ വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ തീം മറക്കണ്ട, ദ പേഷ്യൻസ് ഓഫ് ഫെയ്ത്ത്. ചോദ്യം, why did God ask Abraham to sacrifice Isaac? പുതുനിയമത്തിൽ വന്ന് നിൽക്കുന്ന നമുക്ക്, ക്രൂസിന്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് നമുക്ക് പറയാം, ഇറ്റ് വാസ് എ സൈൻ. അതൊരു അടയാളമായിരുന്നു വരുവാൻ പോകുന്ന വലിയ യാഗത്തിൻ്റെ. ദാറ്റ്സ് ട്രൂ. പക്ഷെ അന്നേരം എബ്രഹാമിന് അതറിയാമോ? പക്ഷെ എന്തിനാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് നിന്റെ ഏകജാതനെ യാഗമാക്കണം എന്ന്? God doesn't on any occasion desire human sacrifice. മനുഷ്യനെ യാഗം കഴിക്കുവാൻ ഹ്യൂമൻ സാക്രിഫൈസ് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്തിനാണ് അബ്രഹാമിനോട് ദൈവം അത് കൽപ്പിച്ചത്? വചനത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില സൂചനകൾ ഞാൻ പറയാം. Abraham is called by God as his friend. അവൻ്റെ സ്നേഹിതൻ എന്നാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. യെശയ്യാപ്രവചനം 41:8 ഒന്ന് വായിക്കാം. യെശയ്യാപ്രവചനം 41:8. എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ. യാക്കോബിന്റെ ലേഖനം 2:23 അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവൻ നീതിയായി കണക്കിടുകയും ചെയ്തു എന്നത് തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേര് പ്രാപിച്ചു. ഫ്രണ്ട് ഓഫ് ഗാഡ്. എന്നാൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവം പരമാധികാരിയാണ്, പരിശുദ്ധനാണ്. പക്ഷേ ആ പരിശുദ്ധനായ പരമാധികാരിയായ ദൈവത്തിൻ്റെ ഫ്രണ്ട്, സ്നേഹിതൻ. നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മൾ കുടുംബസ്ഥരായതുകൊണ്ട് ആദ്യം ഭാര്യയോടോ ഭർത്താവിനോടോ അത് പറയും. പക്ഷെ പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോടായിരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത്. God is calling Abraham his friend. എബ്രഹാം വിളിച്ചതല്ല ഞാൻ ദൈവത്തിന് ഫ്രണ്ടാ. നോ, ദൈവമാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ ബന്ധമാണ് അത് കാണിക്കുന്നേ. ഈ ബന്ധത്തിലേക്ക് ഇപ്പോൾ ഒരാൾ വന്നു. സാറയല്ല, ആരാ വന്നേ? ഐസക് വന്നു. എനിക്കുണ്ടാകും കുശുമ്പ്. ചിലരങ്ങ് പൊസസീവാണ്. മനസ്സിലായോ എന്താന്ന്? ബന്ധത്തിലെ ചിലർ പൊസസീവാണ്. അതുകൊണ്ടല്ലേ കല്യാണം കഴിച്ച് വിട്ടാലും പിന്നെയും പിള്ളേരെ വിളിച്ചുകൊണ്ട് നിന്നിട്ട് എവിടെയായിരുന്നു, എന്താ കഴിച്ചു? കാരണം ആ കുഞ്ഞുങ്ങളോടുള്ള ഇതാ. കല്യാണം കഴിഞ്ഞ് വിട്ട് അവരെ കഴിച്ചോളൂന്നേ, ഭക്ഷണമേ അവർ കഴിച്ചോളും. പക്ഷെ ആ പൊസസീവ്നെസ് ഉണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് ദൈവത്തിനാണെന്ന് ഞാൻ പറയുന്നത്. കാരണം അതാണ് ആഗ്രഹിക്കുന്ന ദൈവം. എ കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് കമ്മ്യൂണിറ്റ് വിത്ത് ഹിം, ഫെലോഷിപ്പ് വിത്ത് ഹിം. അതുകൊണ്ടല്ല വചനത്തിൽ പറയുന്നത് ആദം ഹവ്വ ദമ്പതിമാർക്ക് ദൈവം വൈകുന്നേരം ആയപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഇറങ്ങി വരിക. അവിടെ ആരും ഇല്ലാത്ത പോലെ സ്വർഗത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ അടക്കിപ്പിടിച്ചിരുന്നിട്ട് വൈകിട്ട് ഇറങ്ങി വരികയാണോ? നോ, ഹി വാണ്ട്സ് എ കമ്മ്യൂണിയൻ വിത്ത് ഹിസ് ക്രിയേഷൻ.
Today also he desires that. നമ്മുടെ സമയങ്ങൾ നാം എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഓർക്കുക. ദൈവസന്നിധിയിലാണോ, ദൈവ സാന്നിധ്യത്തിലാണോ? പലപ്പോഴും പ്രാർത്ഥിക്കും പറയാനുണ്ട്, കർത്താവേ ഇന്ന് രാവിലെ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഞങ്ങൾ സമാധാനത്തോടെ പറഞ്ഞയക്കണം. സാന്നിധ്യത്തിൽ നിന്ന് ഇവിടെ പോകാൻ പോകും. No, we have to be in the presence of God. Although, even though we go out of this church, we still have to be in the presence of God. സാന്നിധ്യം വിട്ട് എങ്ങോട്ടും പോകരുത്. So when Isaac came in between God and Abraham, ചിന്തിക്കണേ, God asked Abraham to sacrifice that. ദൈവം പറയാ, മോനെ അതങ്ങ് സാക്രിഫൈസ് ചെയ്യാവോ? And God knows this person will do it. അതുകൊണ്ടാ ചോദിച്ചേ. ദൈവത്തിനറിയാം അബ്രഹാം അത് ചെയ്യും. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആ ആഴം മനസ്സിലാക്കണമെങ്കിൽ ചില ജംഗ്ഷനുകളിൽ അബ്രഹാം എടുത്ത തീരുമാനം നോക്കിയാൽ മതി. ഒന്ന്, ലോത്തുമായിട്ട് പിരിയുന്നത്. ഇറ്റ്സ് നോട്ട് ഈസി. രണ്ട്, ഇവിടെ ഐസക്ക് പിരിയാൻ പറഞ്ഞപ്പോ ഇൻ ഹിസ് മൈൻഡ് ഐസക്ക് പോയി. തന്റെ ഹൃദയത്തിൽ ഐസക്ക് ഇനി ഇല്ല. ദൈവത്തെക്കാൾ ഉപരി അല്ല ഐസക്ക്. ദൈവത്തെക്കാൾ ഉപരി അല്ല ഒന്നും. പ്രിയമുള്ളവരെ, അതാണ് വിശ്വാസത്തിന്റെ ക്ഷമ എന്ന് പറയുന്നത്. വാഗ്ദത്തമുണ്ട്, തലമുറയ്ക്കാണ് ഈ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സത്യമാ. ബട്ട് വെൻ ഗോഡ് ആസ്ക്സ്, ദൈവം ചോദിക്കുമ്പോൾ അതിനു മുമ്പിൽ യാതൊരു ചോദ്യമില്ല. ദൈവത്തിനറിയാം അബ്രഹാമിന്റെ ഹൃദയം. ബട്ട് ഹി വാണ്ട്സ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. പ്രിയമുള്ളവർ, ഇന്ന് രാവിലെ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ എന്നോടും നിങ്ങളോടും പറയുക, നമ്മൾ എന്തിനിവിടെ വന്നെന്നും നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ എന്താണെന്നും അറിയാവുന്ന ദൈവം, നന്ദിയുണ്ടോ എന്ന് അറിയാവുന്ന ദൈവം. പിന്നെ സ്തുതിക്കുന്ന എന്തിനാ? ഹി വാണ്ട് ടു എക്സ്പീരിയൻസ് ഇറ്റ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു വാക്ക് ദൈവത്തിന് സ്തോത്രം വന്നുള്ളെങ്കിലും അത് നന്ദിയോടെ ആണെങ്കിൽ അത് അവന് പ്രസാദ. രാവിലെ അങ്ങനെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ് കവിയുന്നത് വായിലൂടെ സ്തോത്രങ്ങളായി, സ്തുതികളായി, ആരാധനയായി ദൈവസന്നിധിയിൽ അർപ്പിച്ചാൽ അത് അവന് പ്രസാദ. God knows whether we love God. God knows what is in our heart. God knows what is the purpose of us coming here. Everything he knows. മറ്റൊരു കാര്യം, Abraham was not acting sacrifice. യാഗം താൻ മോണോ ആക്ട് കളിക്കുകയല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പണ്ട് നാട്ടിൽ സ്കൂളിലൊക്കെ യുവജനോത്സവം ഉണ്ട്. അവിടുത്തെ ഒരു ഇതാണ് മിമിക്രി, മോണോ ആക്ട് എന്ന് പറഞ്ഞാൽ. മറ്റേ മിമിക്രി എന്ന് പറഞ്ഞാൽ ഒരാളെ മിമിക് ചെയ്യുക. മോണോ ആക്ട് എന്ന് പറഞ്ഞാൽ അത് ആക്ട് ചെയ്ത് കളിക്കുക. ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ രാവിലെ എഴുന്നേറ്റു, കഴുതെ വിളിച്ചു, കഴുതെ വിളിക്കുകയല്ല, കഴുതെ പിടിച്ചു, കോപ്പിട്ടു, പിന്നെ വിറകെടുത്തു, മോനെ വിളിച്ചു, ബാല്യക്കാരെ വിളിച്ചു, താഴ്വാരത്ത് ചെന്നു, നിങ്ങളവിടെ നിൽക്കുക, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴെല്ലാം മനസ്സിലുണ്ട് ഇതെല്ലാം ഒരു ആക്ടിങ്ങാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ എനിക്കറിയാം ദൈവം പറയും, അബ്രാമേ അബ്രാമേ. ഇതൊന്നും പുള്ളിക്കില്ല. ഉണ്ടോ? ഇപ്പൊ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും, അയ്യ അന്ന് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ഇത് പിന്നെ ഇതെത്ര കണ്ടേക്കുന്നു. ഞാൻ എന്തോ ചെയ്തെന്ന് പറഞ്ഞാലും കത്തി എടുക്കുമ്പോൾ ദൈവം പറയും, ലിജിയേ ലിജിയേ, ജയ്സനെ ജയ്സനെ, അരുത് എന്ന് പറയും. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. ഇങ്ങനെ ഒരു കീഴ്വഴക്കം അബ്രഹാമിന്റെ മുമ്പിൽ ഇല്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. ആ ഭക്തന്റെ വിശ്വാസത്തിന്റെ ആഴം കണ്ടോ? അപ്പോ കുഞ്ഞിനെ വിളിക്കും മുമ്പ് തന്നെ ദൈവം പ്രത്യക്ഷപ്പെട്ട തന്നെ സമയത്ത് തന്നെ ഇവൻ ഐസക്കിനെ യാഗമാക്കി കഴിഞ്ഞു. ബാക്കിയല്ല അതിന്റെ പ്രോസസ്സാ. ആമേൻ. ഇനി അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനത്തിൽ പറഞ്ഞു, അബ്രഹാം പറഞ്ഞത് എന്നോട് ദൈവം ചെയ്ത വാഗ്ദത്തമുണ്ട്, ആൻഡ് ഇറ്റ് ഈസ് ഷുവർട്ടി. അത് നടക്കുന്ന ഈ കുഞ്ഞിനെ ഞാൻ യാഗമാക്കും, ബിക്കോസ് ഹി ആസ്ക്ഡ് മീ ടു ഡു സോ. പക്ഷെങ്കിൽ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് കെദൂറയിലോ
ഹാഗറിലോ സാറയിലോ വേറൊരു കുഞ്ഞിനെ ഇനി തരുമെന്നല്ല, ഇവനെ തന്നെ മരിച്ചവരുടെ നിന്ന് ഇവനെ എഴുന്നേൽപ്പിക്കും. അതാ അബ്രഹാമിന്റെ വിശ്വാസം. 4-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനിൽ അബ്രഹാം വിശ്വസിച്ചു. അതാ അവന് നീതിയായി കണക്കിട്ടെ. അബ്രഹാമിനോട് ചോദിക്കാം, അബ്രഹാമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് നേരത്തെ കണ്ടിട്ടുണ്ടോ? എവിടെ? ഒന്നും കണ്ടിട്ടില്ല. How did he got this idea? ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടി? ദൈവം പറഞ്ഞോ? That's the faith. അതാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അതാ ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയമല്ല. ഇന്ന് വിശ്വാസത്തെ ആ നിലയിലാക്കി. നിങ്ങൾക്ക് വണ്ടി ഇല്ലയോ? വിശ്വസിക്കുക, വണ്ടി കിട്ടും. അപ്പോൾ വണ്ടി കിട്ടിയിട്ടെന്തോ ഇനി? കാണാത്ത ദൈവത്തിലുള്ള വിശ്വാസമായത്. അതാ കാണാത്ത കാര്യങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കാൻ ഉള്ളതുപോലെ ദൈവത്തിൽ അബ്രഹാമിൻ്റെ വിശ്വാസം. അതായത് ഐസക്ക് മരിക്കും, മറ്റൊരു കുട്ടിയെ ദൈവം എനിക്ക് തരുമെന്നല്ല. അതും ഒരു വിശ്വാസമല്ലേ? അല്ല, അങ്ങനെ ഒരു വിശ്വാസം കുഴപ്പമുള്ള വിശ്വാസമാണോ? ഈ കുഞ്ഞ് മരിച്ചാലും വേറൊരു കുഞ്ഞിനെ എനിക്ക് ദൈവം തരും എന്നുള്ളത് നല്ല വിശ്വാസം തന്നെയാണ്. പക്ഷേ അതല്ല അബ്രഹാം വിശ്വസിച്ചത്. ഐസക് മരിക്കുക തന്നെ ചെയ്യും, പക്ഷേ ഈ ചാരത്തിൽ നിന്നും ദൈവം അവനെ ഉയർപ്പിക്കും. ഇന്നത്തെ ഗുണപാഠം, faith is not trusting in your previous experiences. Faith is not trusting in your emotions. Faith is trusting in God and His word. നമ്മുടെ വികാരങ്ങളിലുള്ള ആശ്രയമല്ല വിശ്വാസം. നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിലുള്ള ആശ്രയവുമല്ല, ദൈവത്തിലുള്ള ആശ്രയം, വ്യക്തിയുള്ള ആശ്രയം. മുന്നോട്ട് പോകുമ്പോൾ 22:22 15-18 വരെയുള്ള വാക്യങ്ങളിൽ ഈ യാഗം കഴിയുമ്പോൾ വീണ്ടും പ്രോമിസ് കൊടുക്കുക ദൈവം. വീണ്ടും എന്ത് ചെയ്യാണ്? ദൈവം വാഗ്ദത്തം കൊടുക്കുക. ദൈവം പറയുന്നത്, ഹി വുഡ് ബ്ലസ് ഹിം, എബ്രഹാംസ് ഡിസെൻഡൻസ് വിൽ ബി ഇന്യൂമറബിൾ. നിന്റെ സന്തതി പരമ്പര എണ്ണിക്കൂടാത്തവണ്ണമാകും. എബ്രഹാംസ് ഡിസെൻഡൻസ് വുഡ് ടേക്ക് ദി സിറ്റീസ് ഓഫ് ദി എനിമീസ്. ശത്രുക്കളുടെ സ്ഥലങ്ങൾ, പട്ടണങ്ങളെ അവകാശമാക്കും. Through Abraham descendants all nation of earth will be blessed. നിന്റെ സന്തതി മൂലം ആ അനുഗ്രഹമാണ് നമുക്കുള്ളത്. നമ്മൾ വായിച്ച പാസേജിലേക്ക് വരിക. സമയം മുന്നോട്ട് പോകുന്നല്ലോ. മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 13-16 വരെയുള്ള വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവർക്ക് വാഗ്ദത്തം കിട്ടിയെങ്കിലും എല്ലാ വാഗ്ദത്തങ്ങളും നിവർത്തിച്ചില്ല എന്നുള്ള നിലയിലാണ്. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? ഇവരെല്ലാവരും വാഗ്ദത്തം നിവർത്തി. ഇവർ എന്ന് പറഞ്ഞിരിക്കുന്ന ആരൊക്കെയാണെന്നറിയാമോ? ഇവർ എന്ന് പറയുമ്പോൾ ഈ 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഹാവലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നോഹയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മോശയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇസ്ഹാക്ക്, യാക്കോബ്. ഇവർ എല്ലാവരും വാഗ്ദത്തനിവൃത്തി. പക്ഷേ അതിനകത്തൊരു അപവാദമായിട്ട് പറഞ്ഞിരിക്കുന്ന ഹാനോക്കാണ്. ഇവർ വാഗ്ദത്തനിവൃത്തി പ്രാപിക്കാതെ മരിച്ചെന്ന്. ഹാനോക്ക് മരിച്ചിട്ടില്ല. ഹാനോക്ക് ദൈവത്തോട് നടന്ന് ദൈവം എന്ത് ചെയ്യാണ്? മരണം കൂടാതെ എടുക്കപ്പെട്ടവനാണ്. പക്ഷേ ആ ഒരു വ്യക്തിയെ ഒഴിച്ചാൽ ബാക്കി എല്ലാവരുടെയും കാര്യമാണെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം, അല്ലെങ്കിൽ പിതാക്കന്മാരുടെ കാര്യം മാത്രമാണെന്ന് ചിന്തിക്കാം. ആരൊക്കെയാ? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. ഇവിടെ ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിച്ച ചില അനുഭവങ്ങളുണ്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ. ഫസ്റ്റ് ഓഫ് ഓൾ, ഹി ബിക്കം എ ഫാദർ. താനൊരു പിതാവായി. ഹിസ് ഡിസെൻഡൻസ് ഗ്രൂ ഇൻ ടു മെനി നേഷൻസ്. ഇസ്രായേൽ ബിക്കം എ ഗ്രേറ്റ് നേഷൻ. ഇതെല്ലാം ദൈവം വാഗ്ദത്തം ചെയ്ത. All people were blessed by Jesus physically descending through Abraham's lineage. യേശുവിലൂടെ എല്ലാ ജാതികളും ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളിലുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടു. ദാറ്റ്സ് ട്രൂ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഫോക്കസ് എന്താണെന്നുള്ളത്. ഇവരെല്ലാവരും വാഗ്ദത്തനിവൃത്തി പ്രാപിക്കാൻ ദൂരത്തു നിന്ന് കണ്ടതിനെ അഭിവന്ദിച്ചു വിശ്വാസത്താൽ.
മുഴുവൻ വാഗ്ദത്തങ്ങളും നിവർത്തിക്കും മുമ്പേ കർത്താവ് അവരെ വിളിച്ചു. പക്ഷേ ഇൻ ദെയർ മൈൻഡ്, അവരുടെ ദൃഷ്ടിയിൽ അവർ ദൂരത്ത് നിന്ന് കണ്ട് അതിനെ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയർപോർട്ടിൽ വന്നിറങ്ങി ആള് പെട്ടിമെടുത്തുകൊണ്ട് വരുമ്പോഴേ ഇവിടെ കൈ കാണിക്കുക. അത് അങ്ങോട്ടല്ലേ വരുന്നേ ആന്നു, പക്ഷേ ഇപ്പോഴേ കൈ കാണിക്കുന്ന എന്തിനാ? സന്തോഷമാണ്. ആൾ വരുന്നതിന് മുമ്പ് തന്നെ കൈ കാണിച്ച് അവരെ സ്വീകരിക്കുക. ദാറ്റ്സ് എ സെയിം മീനിങ് ദെയർ. വിശ്വാസത്താൽ അവരതിനെ അഭിനന്ദിച്ചു. പക്ഷെ ലിറ്ററലി അവർ പൊസസ് ചെയ്തില്ല. എബ്രഹാമിനോട് പറ്റി പറയുകയാണെങ്കിൽ ഹി വാസ് എ നോമാഡ്. അവനൊരു യാത്രികനായിരുന്നു. കനാൻ ദേശത്ത് പോലും, മനസ്സിലായതിൻ്റെ ആഴം, വാഗ്ദത്ത ദേശത്ത് പോലും ഹി വാസ് എ നോമാഡ്. കൂടാരങ്ങളിൽ പാർക്കാൻ കാര്യം അതൊരു സൈനാണ്. എൻ്റെ ദേശം ഇതല്ല. Amen. He was a nomad. And his focus was not a piece of land on this earth. അബ്രഹാമിൻ്റെ ദൃഷ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അത് നമ്മൾ വായിച്ചേ 9-ാം വാക്യത്തിൽ, 10-ാം വാക്യം, 11-ാം വാക്യം, 12. നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിച്ചാൽ കർത്താവ് എൻ്റെ ഫോക്കസ് എന്താണെന്ന് ചിന്തിക്കാൻ കഴിയും. നമ്മൾ ഈ അബ്രഹാമിനെ പഠിച്ച് അബ്രഹാമിനെ കുറിച്ച് ഡോക്ടറേറ്റ് എടുത്താൽ പോലും ഇത് നമ്മുടെ ഹൃദയത്തിൽ കയറാതെ ഒരു കാര്യമില്ല. He was looking for something greater. ഇവിടുത്തെ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി അല്ല അബ്രഹാം ദൈവത്തെ സേവിച്ചത്. നോ. അങ്ങനെയാണെങ്കിൽ ലോത്തിന്റെ കൂട്ട് എൻഡപ്പ് ചെയ്തേനെ. It was about what that land represents. Rest. ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലാം, അവിടെ നമുക്ക് എന്ത് ചെയ്യാം? പാർക്കാം. വീട്ടിലെന്താ ഉള്ളത്? വീട്ടിൽ റെസ്റ്റ്, സ്വസ്ഥത. ലാൻഡ് റെപ്രസെൻറ്റ്സ് റെസ്റ്റ്. എബ്രഹാമിന് മനസ്സിലായി അത് ഇവിടെയല്ല. നോ, എത്ര ലാൻഡ് ഉണ്ടെങ്കിലും ഇവിടെ റെസ്റ്റ് ഇല്ല. സ്റ്റിൽ യു വർക്ക്. സ്വസ്ഥത ദൈവസേന മാത്രം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ബിയോണ്ട് ദ ബ്ലൂ. തിരശീലയ്ക്ക് അപ്പുറമാ. ആ കാഴ്ചപ്പാട് അബ്രഹാമിനുണ്ടായിരുന്നു. ഈവൻ ഇൻ ദ ലാൻഡ് ഓഫ് പ്രോമിസ് ഹി വാസ് എ നോമാഡ്. അവനൊരു യാത്രികനായിരുന്നു. അതുകൊണ്ടാണ് ഒരു പാട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അല്ല, ഇത് ആൽബർട്ട് ഇ ബ്രംലി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുകാരന്. ഹി വാസ് എ അമേരിക്കൻ മ്യൂസിക്കൽ കമ്പോസർ. അദ്ദേഹം പറഞ്ഞ വരികളാണ്: ദിസ് വേൾഡ് ഈസ് നോട്ട് മൈ ഹോം, ഐ ആം ജസ്റ്റ് എ പാസിംഗ് ത്രൂ. ഈ ലോകം എൻ്റെ ഭവനമല്ല, ഞാൻ ഇതിലെ കടന്നു പോകുന്ന ഒരു വ്യക്തി മാത്രമാണ്. മൈ ട്രഷേഴ്സ് ആർ ലെയ്ഡ് അപ്പ് സംവെയർ ബിയോണ്ട് ദ ബ്ലൂ. എൻ്റെ സമ്പത്ത് നീലാകാശത്തിനപ്പുറം എവിടെയോ സൂക്ഷിച്ചിരിക്കുന്നു. The angels beckon me from heaven's open door. സ്വർഗീയ മാലാഖമാർ തുറന്ന വാതിലിൽ നിന്നും എന്നെ വിളിക്കുന്നു. And I can't feel home in this world anymore. എനിക്ക് ഈ ലോകം ഒരു ഭവനമായി തോന്നുവാൻ കഴിയുന്നേ ഇല്ല. ആമേൻ. ഇതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഈ എബ്രായ ലേഖനം എഴുതുമ്പോൾ എബ്രായ ലേഖനത്തിൻ്റെ വായനക്കാർ പീഡനം അനുഭവിക്കുന്ന നിലയിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി അവരെ പ്രബോധിപ്പിക്കുകയാണ്. വിശ്വാസ വീരന്മാരായവരുടെ പട്ടിക പറഞ്ഞിട്ട് പറയുക, അവർ വിട്ടുപോന്നതിനെ ഓർത്തായിരുന്നെങ്കിൽ മടങ്ങിപ്പോകുമായിരുന്നു. കണ്ടോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് കണ്ടോ? വിട്ടുപോന്നതിനെ ഓർത്തായിരുന്നെങ്കിൽ ഇവർ മടങ്ങിപ്പോകുമായിരുന്നു. പക്ഷെങ്കിൽ അവർ അത് ഓർത്തില്ല. അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ അവർ കാംക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. കാരണം അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. മറ്റൊരു ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പെട്ടെന്ന് ഞാൻ നിർത്താം. Why did these saints, or how did they faithfully and patiently trusted God? Though they were not mostly in favorable circumstances.
എന്തുകൊണ്ടാണ് അനുകൂലമല്ലാതിരുന്ന സാഹചര്യത്തിലും വിശ്വാസയാത്ര സഹിഷ്ണുതയോടെ സഹനത്തോടെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്? ഫസ്റ്റ് ഓഫ് ഓൾ, Abraham's faith gave him a vision of God. Abraham's faith gave him a vision of God. അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവത്തിൽ കേന്ദ്രീകൃതമായിരുന്നു. അബ്രഹാമിൻ്റെ അനുഭവം എടുത്താൽ അബ്രഹാമിന് ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം ലഭിച്ചു. ഇഫ് ഗോഡ് ഈസ്, then God is of supreme importance. ദൈവമുണ്ടെങ്കിൽ ദൈവമാണ് പരമപ്രാധാന്യം അർഹിക്കുന്നത്. To Abraham, God was real. ആരും പറഞ്ഞു കേട്ടതല്ല, തനിക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാ. അങ്ങനെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരുവനും ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുമാറത്തില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞങ്ങൾ ആരുടെയും കഥ കേട്ട് വന്നതല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളാ. To Abraham, God was very real. അബ്രഹാമിന് ദൈവം ഒരു യാഥാർത്ഥ്യമായിരുന്നു. With the eyes of faith he saw God. വിശ്വാസ കണ്ണാൽ താൻ ദൈവത്തെ കണ്ടു. ഭക്തന്മാരുടെയൊക്കെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ഉദാഹരണത്തിന് എബ്രായ ലേഖനത്തിൽ 11:1-12 വരെ പറഞ്ഞിരിക്കുന്ന പല ഭക്തന്മാരുണ്ട്. അതിൽ മോശയുടെ ജീവിതം എടുത്താട്ടെ, 11:27 പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു. ആ വാക്യം ഓരോ വാക്കുകളും എടുക്കണം. അദൃശ്യ ദൈവത്തെ കണ്ടെന്ന്, അതൊരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? ആ സീയിങ് ഹിം ഹൂ ഈസ് അൺസീൻ. കാണാൻ കഴിയാത്ത ദൈവത്തെ എങ്ങനെ കാണുന്നേ? വിശ്വാസത. അതുകൊണ്ട് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, അവൻ ഉറച്ചു നിന്നു. ദൈവത്തെ ആർക്കും കാണുവാൻ കഴിയുകയില്ല. തിമോഥെയോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, താൻ മാത്രം അവർത്യതയുള്ളവൻ, കർത്താതി കർത്താവ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യർക്ക് കണ്ടുകൂടാത്തവൻ, കാണുവാൻ കഴിയാത്തവൻ. പക്ഷെ ഇവിടെ പറയുക, അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ താൻ ഉറച്ചു നിന്നു. So Abraham's faith gave him a vision of God. God was very real to him. ദൈവം ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഒരു നാളും കാണുവാൻ കഴിയാത്തവണ്ണം അതുല്യനായ അപ്രമേയനായ ദൈവത്തെ വിശ്വാസത്താൽ കണ്ടതുകൊണ്ട് രാജാവിൻ്റെ കോപം അവൻ ഭയപ്പെട്ടില്ല. So by faith, Abraham initiated into a living relationship with God. By faith he walked before God. 17:1. By faith he talked to God. നമുക്ക് ഇപ്പോൾ ഉള്ള കൺവീനിയൻസ് ഒന്നും ഏബ്രഹാമിനില്ലായിരുന്നു. ഉണ്ടോ? നമുക്ക് ഞായറാഴ്ച കഴിഞ്ഞാൽ ബുധനാഴ്ച, ബുധനാഴ്ച കഴിഞ്ഞാൽ വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ച, ശനിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച. ഇതൊക്കെ ഉണ്ടോയെന്ന് പോലും അറിയാത്തവരും. ഞായർ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. എന്താ നമ്മൾ കേൾക്കുന്നേ? ദൈവവചന കേൾക്കുന്നേ. സോ ഇറ്റ് ഇൻക്രീസസ് അവർ ഫെയ്ത്ത് ഇൻ ഗോഡ്, റൈറ്റ്? യഥാർത്ഥ ദൈവവചനമാണ് നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും. അബ്രഹാമിന് അങ്ങനെ ഒരു കൺവീനിയൻസ് ഇല്ല. But his focus was on God because God was real to him. And that's why in Acts chapter 7 verse 2, Stephen പറയുന്നത് എന്താ? തേജോമനായ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. 11:8 പറയുന്നത് എന്താ? നമ്മുടെ പണ്ടത്തെ മനപ്പാട് വാക്യമാണ്. സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് വിളിക്കപ്പെടുവാൻ യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടാറേ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. Why? Because God was real to him. അടുത്തത്, he sojourned in the land of promise. വാഗ്ദത്ത ദേശത്തും താൻ എന്തായിരുന്നു? അന്യദേശത്തെന്ന പോലെയാണ്, ഒരു വഴിപോക്കനെ പോലെയാണ്, ഒരു പ്രവാസിയെ പോലെയാണ് താനായിരുന്നത്. മറ്റൊരു വാക്യം, പ്രധാനപ്പെട്ട വാക്യം 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നേ, അബ്രഹാം ഈ അപ്പോസ്തല പ്രവൃത്തി, അതിൽ, അതായത് കനാൻ ദേശത്ത്, അതിൽ
ഒരു കാലടി നിലം പോലും അവൻ അവകാശം കൊടുത്തില്ലെന്ന്. അതെന്നാ പരിപാടിയാ? ഇതിനല്ലേ വിളിച്ചേ? ഇതൊരു സൈൻ മാത്രം, ഇതല്ല ദേശം. അബ്രഹാമിന് അത് കിട്ടി, ലോത്തിന് കിട്ടിയില്ല. അതിലൊരു കാലടി ദേശം പോലും അവന് കൊടുത്തില്ലെന്ന്. ഞാൻ കാണിപ്പാൻ എനിക്ക് ദേശം എന്നാ പറഞ്ഞുള്ളൂ. ഇറ്റ് വാസ് ഓൾ സ്പിരിച്വൽ. അത് നമുക്ക് കിട്ടിയോ? അബ്രഹാമിന് കിട്ടി. That's why Abraham's faith was not in the promise itself. His faith was in the promise giver. വാഗ്ദത്തത്തിൽ അല്ലായിരുന്നു തന്റെ വിശ്വാസം, വാഗ്ദത്തം ചെയ്തവനെയാണ് വിശ്വസിച്ചത്. രണ്ടാമത്തെ കാര്യം കൊണ്ട് പറഞ്ഞ് ഞാൻ നിർത്തുക. Abraham's faith included a concept of eternity. Abraham's faith included a concept of eternity. അബ്രഹാമിൻ്റെ വിശ്വാസം സഹനത്തോടെ താൻ മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ദൈവത്തെ തനിക്ക് അറിയാമായിരുന്നു. God was so real to him. Secondly, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തനിക്ക് ലഭിച്ചു. അബ്രഹാമിന് വിശ്വാസത്തിൽ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് മാത്രമേ ദൈവോന്മുഖമായി ചിന്തിക്കുവാൻ കഴിയുള്ളൂ. അതിൻ്റെ ഉദാഹരണങ്ങൾ വചനത്തിൽ ഉടനീളമുണ്ട്. അതിലൊന്നാണ് താൻ പാർത്തിരുന്നിടത്തെല്ലാം താൻ എന്തോ യാഗപീഠം പണിതിരുന്നു. 12:7 ഒരു യാഗപീഠം പണിതു. വാഗ്ദത്തം കിട്ടിയപ്പോഴാണ് ആൾട്ടർ ഓഫ് ഹോപ്പ്. 12:9 മറ്റൊരു യാഗപീഠം പണിതു, ആൾട്ടർ ഓഫ് പിൽഗ്രിം വാക്ക്. 13:8 മറ്റൊരു യാഗപീഠം പണിതു, ലോത്ത് പോയപ്പോൾ ആൾട്ടർ ഓഫ് സെപ്പറേഷൻ. 22:9 ഐസക്കിന്റെ ആ യാഗം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു യാഗപീഠം പണിതു, ആൾട്ടർ ഓഫ് കംപ്ലീറ്റ് സറണ്ടർ. അബ്രഹാമിന്റെ ദൈവോന്മുഖമായ ചിന്തയാണ് യാഗപീഠങ്ങളെ കാണിക്കുന്നത്. അബ്രഹാമിന്റെ വിശ്വാസം ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം മാത്രമായിരുന്നില്ല, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് താൻ ആയിരുന്നിടത്ത് താൻ പരദേശിയായി എണ്ണി ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നത്. A vision of eternity will encourage a willing detachment from the perishable present. അതായത് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മൾ യഥാർത്ഥത്തിൽ അങ്കുരിക്കുമ്പോൾ താൽക്കാലികയിൽ നിന്നും നിത്യതയ്ക്കുള്ള ആ ചിന്തകൾ നമ്മളിൽ ഉരുത്തിരിയും. ഉദാഹരണത്തിന് അബ്രഹാം, ലോത്ത്, ഇത് വിശദീകരിക്കേണ്ടതാണ്, പക്ഷേ കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നിട്ട്. പ്രിയമുള്ളവരെ, നമ്മയും ഇതുപോലെ അബ്രഹാമിനെ വിളിച്ചതുപോലെ തന്നെയാണ് വിളിച്ചത്. കൃപയാലെ വിളിച്ചത്, യോഗ്യത ഉള്ളതുകൊണ്ടല്ല വിളിച്ചത്. നാം അറിയാതിരിക്കെ, നാം ഇല്ലാതിരിക്കെ അനാദിയിൽ ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തതാ. Like Abraham, we are also chosen. We are also called. Like Abraham, we have been given a promise. And the promise is eternal life. ഇവിടെയുള്ള ഒരു തുണ്ട് ലാൻഡ് അല്ല. Like Abraham, we have been called for a purpose. ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം വിളിച്ചത്. റോമർ 8:29. Like Abraham, we have been given a promise of land. And not earthly land അല്ല, നിത്യനാട്, സ്വർഗീയ നാട്. Now what is our commitment? Are we committed to walk this journey of faith patiently? സഹിഷ്ണുതയോടെ, സഹനത്തോടെ ഈ വിശ്വാസയാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. Abraham went to his death trusting in the promises of God. അപ്പോസ്തലൻ ഒരു കാലടി നിലം പോലും അവന് സ്വന്തമായി കൊടുത്തില്ല. പക്ഷെ ദൈവവാദത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടാണ് ആ ഭക്തൻ ഈ ഭൂലോകത്തിൽ നിന്ന് പോയത്. ഇവിടെ ഒരു തുണ്ട് ഭൂമിയല്ല, നിത്യത. അതായിരിക്കട്ടെ നമ്മുടെ കാഴ്ചപ്പാട്. നമ്മുടെ യാത്രയെ പറ്റി ഒരു ഭക്തൻ പാടിയിരിക്കുന്ന പാട്ടാണ്, വിശ്വാസ ജീവിത പടകിൽ ഞാൻ, സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. ആ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി അതോടൊപ്പം തന്നെ സ്തോത്ര വഴിപാടും നമുക്ക് എടുക്കാം. സ്തോത്രം. വിശ്വാസ ജീവിത പടകിൽ ഞാൻ, സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ
തന്നാലും